നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനിടക്ക് മൊറോക്കോൻ ക്യാപ്റ്റൻ അഷ്റഫ് ഹക്കീമിക്ക് തിരിച്ചടി. തനിക്കെതിരായ ബലാത്സംഗ കേസ് വിചാരണ കൂടാതെ തള്ളിക്കളയണം എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചിരുന്ന അപ്പീല് കോടതി നിരസിച്ചിരിക്കുകയാണ്. താരം വിചാരണ നേരിടണം എന്ന് തന്നെ കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. അതായത് വാർത്ത ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. അപ്പീൽ നിരസിക്കപ്പെട്ടതിനെ തുടർന്ന് മൊറോക്കോ ക്യാപ്റ്റൻ അഷ്റഫ് ഹക്കീമി ബലാത്സംഗ കേസിൽ ഫ്രഞ്ച് കോടതിയിൽ വിചാരണ നേരിടണമെന്ന് ഉത്തരവ്. ദി അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ടാണ്. പാരീസ് സെന്റ് ജെർമൻ ഫുൾ ബാക്ക് അഷ്റഫ് ഹക്കീമി വിചാരണ നേരിടാൻ ആവശ്യമായ തെളിവുകളുണ്ടെന്ന് അന്വേഷണ വിഭാഗം കണ്ടെത്തിയതായി വേഴ്സായി അപ്പീൽ കോടതി ഒപ്പം പ്രസ്താവനയിലൂടെ അറിയിച്ചു. അതായത് താരത്തിനെതിരെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. അതിൽ നിന്ന് ഈ അപ്പീൽ അനുവദിച്ചുകൊണ്ട് വിചാരണ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ട കാര്യമില്ല, മറിച്ച് താരത്തിനെതിരെ പ്രാഥമികമായ തെളിവുകളുണ്ട്, അതുകൊണ്ട് തന്നെ വിചാരണ നേരിടണം എന്നുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയതായിട്ടാണ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഹക്കീമി നേരത്തെ തന്നെ 2023 മാർച്ചിൽ തന്നെ അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തിയപ്പോൾ ഇത് നിഷേധിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുറച്ചു മുമ്പ് താൻ വിചാരണ നേരിടാൻ തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ ഹക്കീമി പറയുന്നത് ഒടുവിൽ എനിക്ക് സംസാരിക്കാൻ സാധിക്കും എന്നാണ്. പ്രതീക്ഷയോടെയാണ് ഈ വിചാരണയൊക്കെ നോക്കിക്കാണുന്നത് എന്നാണ് ഹക്കീമിയുടെ പിന്നീട് വന്ന പ്രതികരണം. സംഗതി ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇങ്ങനെയുള്ളൊരു കേസാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കൃത്യമായിട്ട് അതിൽ വിചാരണ വേണം എന്ന് തന്നെ കോടതി തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിൽ കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ നടത്തി, അത് പ്രിലിമിനറി ഇൻക്വയറിയും ജുഡീഷ്യൽ ഇൻവെസ്റ്റിഗേഷനും നടത്തിയതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അഷ്റഫ് ഹക്കീമിക്കെതിരെ പ്രാഥമികമായ തെളിവുകളുണ്ട്, അതുകൊണ്ട് തന്നെ വിചാരണ നേരിടണം, ക്രിമിനൽ കോർട്ടിൽ വിചാരണ നേരിടാൻ മതിയായ തെളിവുകളുണ്ട് എന്ന് ഇപ്പോൾ ഒരു പ്രസ് റിലീസിലൂടെ കോടതി അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ ഹക്കീമിയുടെ ലോയർ പറഞ്ഞത് വർഷങ്ങളോളം 3 വർഷം ആഫ്റ്റർ മോർ ദാൻ 3 years ഓഫ് ലീഗൽ ബാറ്റിൽ അഷ്റഫ് ഹക്കീമിയുടെ ആ ഒരു ഫെയിമും കാര്യങ്ങളും ഒക്കെ ഡിഫേം ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ട് ഒടുവിൽ ഇങ്ങനെ ഒരു തീരുമാനം കോടതിയിൽ നിന്ന് വരുമ്പോൾ അത് ഒരർത്ഥത്തിൽ റിലീഫാണ്. എന്നാൽ ഇത് തെളിവുകൾ വേണ്ട വിധത്തിൽ പരിഗണിച്ച് അത് തള്ളിക്കളയാതിരുന്നതിൽ, അതായത് വിചാരണ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താത്തതിൽ ഖേദമുണ്ട് എന്നുകൂടി അവർ പറയുകയുണ്ടായി. അത് വളരെ കൃത്യമായിട്ട് ഹക്കീമി പറഞ്ഞത്, ജസ്റ്റിസ്, അതായത് ഈ ഒരു നീതി എൻ്റെ കണ്ണുകളിൽ നോക്കിയിട്ട് പറയുന്നു, നീ ഫേമസ് അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കേസ് സംഭവിക്കുകയേ ഇല്ലായിരുന്നു എന്ന്. തീർച്ചയായിട്ടും ഞാൻ വർഷങ്ങളോളം സൈലൻ്റ് ആയിട്ടിരുന്നു. ആ ഒരു ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കരുതിയത്. പേഷ്യൻ്റായിട്ടിരിക്കുക, ഈ ഒരു നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് ഇരിക്കുക, അതാണ് ഞാൻ ചെയ്ത കാര്യം. ഇന്നിപ്പോൾ എൻ്റേതല്ലാത്ത ഒരു കഥ എൻ്റെ ഫാമിലിക്കും എൻ്റെ ലൈഫിനും ഒക്കെ വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ കരുതാൻ ഞാനൊരു ഈസി ടാർഗറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഏതായാലും ജഡ്ജ്മെൻറ്റിനായിട്ട് ആദ്യ ദിവസം മുതൽ ഞാൻ കാത്തിരിക്കുന്നതാണ്. നൗ ഐ വെയിറ്റ് ഇറ്റ് ഇംപേഷ്യൻലി. ഫൈനലി ഐ വിൽ ബി ഏബിൾ ടു സ്പീക്ക്. ഇനി എനിക്ക് സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നും ഹക്കീം പറയുന്നത്. എന്താണ് ഈ കേസ്? ഇത് 2023 ഫെബ്രുവരിയിൽ ഒരു പെൺകുട്ടി താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വാൽഡെ മെഡൻ പോലീസ് സ്റ്റേഷനിലെത്തി, പാരീസിലെ ആ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുകയായിരുന്നു. അപ്പോൾ AFP ന്യൂസ് ഏജൻസി അന്ന് റിപ്പോർട്ട് ചെയ്തത്, ഹക്കീമി ആ പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുകയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ മൊറോക്കൻ താരം അവരുടെ അനുവാദം കൂടാതെ അവരെ ചുംബിച്ചെന്നും അതുപോലെ തന്നെ ലൈംഗികമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതുമാണ്. അതേസമയം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടെ പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് പരാതി കൊടുത്തത് എന്നൊക്കെയാണ് അന്ന് AFPയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഹക്കീമി ആ സമയത്ത് തന്നെ ഇങ്ങനെ താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള നിലപാടാണ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും കോടതി പ്രാഥമികമായിട്ടുള്ള ചില അന്വേഷണങ്ങളൊക്കെ നടത്തി വിചാരണ നേരിടാൻ പാകത്തിലുള്ള തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹക്കീമിയുടെ അപ്പീൽ, അതായത് ഹക്കീമി കോടതി പറഞ്ഞിരുന്നത് ഈ തള്ളിക്കളയണം, ഇത് വെറും ഫേക്കായിട്ടുള്ളൊരു കേസും അലിഗേഷനുമാണ്, തള്ളിക്കളയണം എന്നുള്ളതാണ് ഹക്കീമിയുടെ വാദമുണ്ടായിരുന്നത്. അതിപ്പോൾ അതാണ് തള്ളിക്കളഞ്ഞത്. അതായത് ആ വാദമാണ് തള്ളിക്കളഞ്ഞത്, അപ്പീലാണ് നിരസിച്ചത്. എന്നിട്ട് ഇനിയിപ്പോൾ വിചാരണ നേരിടണം എന്ന് തന്നെ കോടതി വിധിച്ചിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.